ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആര് പറയുന്നതാണ് ശരി? ആരെ വിശ്വസിക്കണം? സിനിമക്കാർ മൊത്തം ഇങ്ങനെയാണോ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചർച്ച. എന്തെങ്കിലും വരുമ്പോഴേക്കും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ചാനലുകളിൽ നിറയുന്നു, യൂട്യൂബുകൾ നിറയുന്നു. സത്യാവസ്ഥ എന്തെന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഏതാണ് കള്ളം, ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിരുന്ന കുറേ പേരുണ്ട്. അവർ ചിലരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കും നിവിൻ പോളി അല്ലേ, അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാത്തത്. എന്താ രക്ഷപ്പെടുത്താൻ വല്ല ശ്രമവും നടക്കുന്നുണ്ടോ? ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾ ഈയിടെ കാണുന്ന നിങ്ങളുടെ ചില സംഭാഷണങ്ങളൊക്കെ ചിലർ രക്ഷപ്പെടുത്തുന്നു, ചിലർ താറടിച്ച് കാണിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് അവർ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആരെ വെള്ള പൂശി, ഞങ്ങൾ ആരെ ശിക്ഷിക്കുന്നു? ഞങ്ങളുടെ മുന്നിൽ എ ഇല്ല, ബി ഇല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കിട്ടുന്ന വാർത്ത അങ്ങനെ തന്നെ കൊടുക്കല്ല. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ ലക്ഷങ്ങളിങ്ങനെ കുതിച്ചു കൊണ്ടുപോകണമെന്ന താല്പര്യവും ഞങ്ങൾക്കില്ല. പറയുന്ന കാര്യങ്ങൾ 99% സത്യമായിരിക്കണം നിർബന്ധമുണ്ട്. അപ്പോൾ ചോദിക്കും, 1% എന്തേ? 1% എന്താ? നമുക്ക് കിട്ടുന്ന വാർത്തകൾ വളച്ച് ഒടിച്ച് കിട്ടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ 1% വിട്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിവിൻ പോളിയായിട്ട് എനിക്കൊരു ഹൃദയബന്ധവും ഇല്ല. ഒരു നടൻ, ഞാനൊരു മാധ്യമപ്രവർത്തകൻ, അത്രയേ ഉള്ളൂ. എന്നാൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു തരത്തിലുമുള്ള വാർത്താ സഹായങ്ങൾ, ലൊക്കേഷൻ സഹായങ്ങൾ നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കാരണം എന്താ? നിവിൻ പോളി വിദ്യാസമ്പന്നനാണ്, ഇച്ചിരി അഹങ്കാരിയാണ്. അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയിട്ടുണ്ട്? മോഹൻലാൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോലും പരിഹസിച്ച നടനായിരുന്നു പ്രിയൻ്റെ ഒരു പടത്തിൽ. അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചു വരുത്തി, പ്രൊഡ്യൂസർമാരെയും സംവിധാനം വിളിച്ചു വരുത്തി അവരുടെ കഥകൾ കേൾക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കേട്ടിരുന്നേ. അതൊക്കെ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല. പക്ഷേ അങ്ങനെ രസത്തിലായിരുന്നില്ല വെച്ചാൽ അയാൾക്ക് അയാളുടെ വ്യക്തിത്വം എന്ന് വിചാരിച്ചിട്ട് അയാളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പൂശിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തു, ഇവരെ അറസ്റ്റ് ചെയ്തില്ല, അവർ പ്രതിയാണ്, ഇവർ പ്രതിയാണോ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണത്. അതിൽ തന്നെ കുടുംബങ്ങൾ കുറേ തകർന്നു കഴിഞ്ഞിരിക്കും, ഭാര്യമാർ ഉപേക്ഷിച്ച് പോകുന്നു, ആകെ പ്രശ്നമാണത്. പക്ഷേ ഇവിടെ നിവിൻ പോളിയെക്കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ വന്ന ഒരു പരാതി എന്ന് ആലോചിക്കണം. ആ പരാതി വന്ന് 1 മണിക്കൂർ കഴിഞ്ഞില്ല. നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ച് ധൈര്യപൂർവ്വം പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. DGP കേസും കൊടുക്കാൻ പോകുന്ന ആലോചിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ ചോദിക്കും, നിവിൻ പോളി ആകുമോ? ഇല്ല, നമ്മളിത് രണ്ടും കണ്ടിട്ടില്ല. നമ്മൾ നിവിൻ പോളി ചെയ്തത് എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞ് എന്താണെന്നോ നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഇതിൽ നമുക്കൊരു ചോദിക്കാനുള്ളതെന്ന് അറിയാം. ഇത് ആദ്യം പറഞ്ഞത് ഗൾഫിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. ഗൾഫിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്കറിയാം, മിക്ക പേർക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഗൾഫിൽ വെച്ച് ഫ്ലാറ്റിൽ വെച്ച് നടന്നാണ് മദ്യം കൊടുത്ത്, ലഹരി കൊടുത്ത് ഇട്ടാണ് കാര്യപരിപാടികളെല്ലാം പൂർത്തിയാക്കി വേദനിപ്പിച്ചത്, പട്ടിണിക്കിട്ടത് എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ട് അവിടുത്തെ പോലീസിൽ അറിയിച്ചില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ? എന്തുകൊണ്ട് അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ അപ്പം പൊക്കുമായിരുന്നില്ലേ? കാരണം പിന്നെ ഈ കേരളത്തിലേക്ക് വരാൻ നിവിൻ പോളിക്കോ നിവിൻ പോളിക്കോ കൂടെയുള്ളവർ കഴിയുമായിരുന്നോ? ഇല്ല. അപ്പോൾ അന്ന് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം ചോദിക്കും, അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. മറ്റു കാര്യങ്ങൾ അവരത് പറയുന്നു, ഇത് പറയുന്നു. കാരണം നമ്മൾ അവിടെ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല, ഈ പറഞ്ഞു കേൾക്കുന്നതില്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിവിൻ പോളിക്കോ മറ്റു കൂടെ ഉണ്ടായിരുന്നവർക്കോ ഒരിക്കലും ഗൾഫിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല. അവിടുത്തെ ജയിലിൽ കിടന്ന് നരയിക്കേണ്ടി വരുമെന്നുള്ളത് ആലോചിക്കണം. അതവിടുത്തെ നിയമത്തിൻ്റെയും ശിക്ഷയുടെയും ഭാഗമാണെന്നായിരിക്കും. അതൊന്നുമില്ലാതെ എന്തുകൊണ്ട് ഇപ്പോൾ? മാത്രമല്ല, ഒരു 2-3 മാസം മുമ്പ് ഈ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയാം. എങ്ങനെയാണെന്ന് അന്ന് ഈ റേപ്പ് അറ്റംപ്റ്റിൻ്റെ കാര്യം അന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടന്ന് പറഞ്ഞില്ല?
പിന്നെ ഇവിടെ ഞങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ പറയുന്നത്, നിവിൻ പോളി ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അന്ന് അത് നിഷേധിച്ചില്ല, പരാതി കൊടുത്തില്ല? അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് അല്ലേ? അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു, ഇത് മുമ്പ് MGR ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ കത്തിക്കാളി നടന്നിരുന്ന സൂപ്പർ സ്റ്റാറായിരുന്നു സുമൻ, തമിഴ് തെലുങ്ക് സുമൻ. ആ സുമൻ്റെ ഗതി നിങ്ങൾക്കറിയാലോ. ആ സുമനെ കുടുക്കിയിട്ടുള്ളത്, ഞാൻ പറഞ്ഞു അവിടെ നിർത്ത്, സുമനെ കുടുക്കിയതൊന്നുമല്ല. ഞങ്ങൾ മദ്രാസിലുണ്ട്. അവിടെ നിന്ന് മദ്രാസ് സിനിമയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ് പോകുമ്പോൾ സുമൻ്റെ സെറ്റിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. സുമൻ അതിസുന്ദരനാണ്, പ്രശസ്തനാണ്. സുമനോടൊന്ന് ചേർന്ന് നിൽക്കാൻ, സുമനുമായിട്ട് ഒന്ന് കമ്പനി കൂടാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ കുറവായിരുന്നു. ആലോചിക്കണം. അന്ന് MGR ആണ് മുഖ്യമന്ത്രിയായിരുന്നേ. അല്ല, മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു മലയാളിയായിരുന്നു അവിടുത്തെ പോലീസ് കൈകാര്യ മേധാവിയായിരുന്നു. ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പല റിപ്പോർട്ടുകളിൽ നിന്നും കംപ്ലൈൻറ്റുകളും ചെയ്യുന്നു. അത് സുമനെക്കുറിച്ചാണെന്ന് ആലോചിക്കണം. പക്ഷേ സുമനെ തൊടാൻ പറ്റുമോ എന്നിരിക്കുന്നു. അത് എല്ലാവരും ചെവിയിലെത്തിയിട്ടുണ്ട്. കാരണം സുമൻ ചെയ്തിരുന്ന പരാതി കേൾക്കുന്ന സുമൻ തൻ്റെ കൂടെ വന്ന, താൻ സഹകരിക്കുന്ന, തമാശകൾ പങ്കിടുന്ന, കാര്യഗൗരവമായി ചിന്തിക്കുന്ന അവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്ത് വെച്ചിരിക്കുന്നു. അത് വിൽക്കുന്നു. ഇതാണ് പരാതി എന്ന് ആലോചിക്കണം. ആ പരാതി വന്നെങ്കിലും സുമനെ തൊടാൻ പറ്റിയിട്ടില്ല. എന്നാൽ വേറെ ഒരു VIP-യെ, അവർ സിനിമാക്കാരിയല്ല, വേറൊരു കുടുംബിനി എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന ഒരാളുടെ കൂട്ടിക്കോ, അവരൊക്കെ ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്തി. മുഖ്യമന്ത്രി അന്ന് ഈ DGP-യോട് പറഞ്ഞു, ഇനി മടിച്ചു നിൽക്കണ്ട, അവരെ അകത്തിട്ടേക്കാൻ പറഞ്ഞു. ആ പറഞ്ഞ് തീർന്നില്ല, പേടിച്ച് അകത്തിട്ട്. എങ്ങനെ? ഞങ്ങളൊക്കെ ജയിലിൽ ആദ്യം കാണാൻ ഞങ്ങൾ കാണിച്ചിരുന്നില്ല, വളരെ കാണിച്ചില്ല. പിന്നെ ഹൈ റെക്കമെൻഡേഷൻ്റെ പുറത്താണ് കാണാൻ, മാധ്യമപ്രവർത്തനം കാണാൻ. അന്നൊക്കെ നമ്മൾ ഈ എല്ലൊക്കെ ഒഴിഞ്ഞ് തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കുക. അതുമാതിരി, അതായത് ഇനി ഒരിക്കലും അയാൾ തിരിച്ചു വരാത്ത രീതിയിൽ ജീവിതം കോഞ്ഞാട്ടാന്നൊക്കെ പറഞ്ഞില്ലേ, ആ രീതിയിലാക്കി ഇയാളെ മാറ്റിയെന്നാലോചിക്കണം. പക്ഷേ അയാളെ സംരക്ഷിക്കാൻ കുറേ പേര് അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പരസ്യമായിട്ട് രംഗത്ത് വരാൻ പറ്റില്ല. കാരണം MGR ഇപ്പുറത്ത് നിൽക്കുമ്പോൾ MGR-നെ എതിർത്തുകൊണ്ട് വേറൊരാൾക്കും വരാൻ ധൈര്യമുണ്ടായിരുന്നില്ലായിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ആഗ്രഹമുണ്ടായിരുന്നത്, സുമൻ ഇത് എന്താണ് സംഭവിച്ചത്? അവിടെ നമ്മളെപ്പോഴും നീതി അറിയണം നമുക്ക്. സുമൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സുമൻ എന്ത് പറയാനുണ്ട് എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് കേൾക്കാൻ കൂടിയാണ് ഞങ്ങൾ പോയെന്ന് ആലോചിക്കണം. പക്ഷേ കുറേ വർഷം രക്ഷയുണ്ടായില്ല. സുമൻ അവിടെ കെടുക്കേണ്ടി വന്നില്ലേ? ആ സുമൻ്റെ ലിസ്റ്റിൽ ഇത് കണ്ടവരാലോചിക്കണം. നമ്മളൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന പല നടികളുടെയും ഫിലിമുണ്ടെന്ന് ആലോചിക്കണതിൽ. അവരിപ്പോഴുമുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവം എന്നാലോചിക്കണം. പിന്നെ സുമൻ വന്നു, തിരിച്ച് മലയാളത്തിൽ തന്നെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്നു. ഞങ്ങൾ പഴയ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണത്. അപ്പോൾ സുമൻ്റെ കാര്യവും നിവിൻ പോളിയുടെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തണോ വേണ്ട എന്ന അഭിപ്രായമാണ് ഞാൻ. കാരണം ഇത് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ കാണുന്നത് എന്താ, ഇതിൽ എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട്. ഇതിലൊരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം എന്താണെന്നിരിക്കുന്നത്, ഇപ്പോൾ DGP-യെ കണ്ട് ഈ പരാതി കൊടുക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയും. പിന്നെ ഇതിലൊരു കഥാപാത്രം, നിർമ്മാതാക്കൾക്ക് പണം കൊടുക്കുന്നൊരു കഥാപാത്രത്തെ പറഞ്ഞിരിക്കുന്നത്. സാധാരണ അത് മിക്ക ഭാഷകളിൽ നടക്കുന്നതാണത്. പണം കടം കൊടുക്കുക, പലിശ അടക്കം മേടിക്കുക, പണം കിട്ടിയില്ലെങ്കിൽ അതിന് എന്താ വെച്ചിട്ട് വീടാണോ ഫ്ലാറ്റാണോ എന്താണ് കൊടുത്തത് അത് സ്വന്തമാക്കുക, അതൊക്കെയുണ്ട്. പക്ഷെ കൂട്ടത്തിൽ അവരാദ്യം പണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആവശ്യം പലരും പറയാറുണ്ട്. നിങ്ങളുടെ പടത്തിലെ ഇന്ന നായികയാണോ ഇന്ന കുട്ടിയാണെങ്കിൽ എന്നെ വന്ന് കണ്ടിരിക്കണം, എന്നെ സന്തോഷിപ്പിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ കാണാത്ത എന്തെല്ലാം നടന്നിട്ടുണ്ട്. കാരണം എന്താ, അല്ലെങ്കിൽ പണം കിട്ടില്ല, പണം കിട്ടിയെങ്കിൽ ഷൂട്ടിംഗ് നടക്കില്ല. അതിൻ്റെ ഉള്ളറകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതിവിടെ പരാമർശിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്,
ഇവിടെ ഈ പറയുന്ന സ്ത്രീരത്നങ്ങളിൽ ഒരാൾ ഈ പണം കൊടുക്കുന്ന ആളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആർക്ക് വേണ്ടിയാണ്, ആർക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പണം ആ ഒരു ചോദ്യങ്ങൾ വരും. അത് അന്വേഷണം നടത്തേണ്ടതല്ലേ നമ്മൾ ആലോചിക്കണം. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, ഇപ്പോൾ തുടരെ ഇങ്ങനെ അങ്ങനെ പരാതികൾ വരുമ്പോൾ, അതായത് സംഭവിച്ചിട്ടുള്ള പരാതികൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അത് ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്, അവരെ അഭിനയിക്കണമെന്നില്ല, ഒന്നും ഓടുന്നില്ല. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് എന്താ, ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. അപ്പോൾ നടന്ന കാര്യങ്ങളുണ്ട് ഇവിടെ, നടക്കാത്ത കാര്യങ്ങളുണ്ട് ഇവിടെ, മൊത്തമായിട്ട് എന്താ പറയുക, ഓ അത് ചുമ്മാ. അങ്ങനെ വരുമ്പോൾ തെറ്റ് ചെയ്ത ഒരു വിഭാഗം കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തന്ത്രവും ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ നിവിൻ പോളിയെ വെള്ളപൂശാനില്ല, ഈ സ്ത്രീരത്നങ്ങളെ വെള്ളപൂശാനില്ല. ഞങ്ങൾക്ക് ഇത്രയേ പറയാനുള്ളൂ, ഈ കേസ് തുടങ്ങിയത് ഗൾഫിൽ നിന്നാണ്. അവിടെ നിന്ന് ആരംഭിക്കട്ടെ, അവിടെ പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് അന്വേഷണം ആരംഭിക്കട്ടെ, അവിടെ തെറ്റു ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ.